എത്ര തവണ നിങ്ങൾ ലൈഫിൽ ഒരു നോ പറയണമെന്ന് ആഗ്രഹിച്ച സിറ്റുവേഷനിൽ പോലും യെസ് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊരു ഫ്രണ്ടിനോടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, അല്ലേ? നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ആ തോട്ട് മാറ്റിയത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ഒരിക്കൽ അവൾ എന്നോട് ചോദിച്ചു, നീ ഇങ്ങനെ നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾക്ക് വരെ ഇങ്ങനെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്തുകൊണ്ട് യെസ് പറയുമ്പോൾ നീ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. നീ നിന്നോട് തന്നെയല്ലേ നോ പറയുന്നത്? നിൻ്റെ ഇഷ്ടങ്ങളോടും നിൻ്റെ ചിന്തകളോടും നിൻ്റെ ആഗ്രഹങ്ങളോടും അല്ലേ നീ നോ പറയുന്നത്? അപ്പോൾ നീ നിന്നെ എവിടെയെങ്കിലും നിൻ്റെ ലൈഫിൽ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇതെനിക്ക് വല്ലാത്തൊരു ട്രിഗർ പോയിൻ്റ് ആയിരുന്നു കേട്ടോ. അന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഒരുപാട് റെലവൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ എന്ന്. നോ പറഞ്ഞു തുടങ്ങാൻ എനിക്കത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞാൻ ഇന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഇന്ന് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നുണ്ട്. നോ പറയുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ഒരു മോശപ്പെട്ട ആളാവുന്നില്ല. മറിച്ച് ഞാൻ എന്നെ എൻ്റെ ലൈഫിൽ കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മൂനെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വൺ ഓഫ് ദ ലെസൺസ് ആണ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സേയിങ് നോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എൻ്റെ തോട്ട് ശരിയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ മൈ തോട്ട് വിത്ത് അതേഴ്സ്.